കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തെ നമ്മൾ കാണാൻ പോകുന്നേ ഗീതു അനുഗ്രഹം മേടിക്കാനായിട്ട് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഗീതുവും ഗോവിന്ദും ചേർന്ന് വലിയ പ്ലാനുകളൊക്കെ അങ്ങനെ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അതോടൊപ്പം തന്നെ രാധികാമ്മയുടെയും വരുണിന്റെ എല്ലാ പ്ലാനുകളും പദ്ധതികളും പൊളിച്ചെടുക്കാണ്ട് ഗോവിന്ദും ഗീതുവും തുടങ്ങുകയാണ്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെയാണ് നമ്മൾ കണ്ടു, ഗോവിന്ദനാണ് ഗീതുവിനെ കാണാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഹോസ്പിറ്റലിലേക്ക് രാത്രി അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും രണ്ടുപേരും കൂടെ പുറത്തൊക്കെ പോകുന്നുണ്ട്. ഗോവിന്ദ് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു, ഫുഡ് കഴിക്കാൻ വേണ്ടിയാ പോകുന്നത്. പക്ഷെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഗീതുവിന്റെ മനസ്സിലെ വിചാരം ഗോവിന്ദനും തന്നോടുള്ള ഇഷ്ടം തുറന്നു പറയുന്നൊക്കെയായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗീതു കാത്തിരുന്നു. ഇങ്ങനെ ഗോവിന്ദൻ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താണെങ്കിലും എന്നോട് തുറന്നു പറ എന്നും പറഞ്ഞ് ഗീതു ഇരിക്കുമായിരുന്നു. പക്ഷെ ഗോവിന്ദ് പറഞ്ഞില്ല. അവസാനം ഗീതു പിണങ്ങി പോയി അങ്ങോട്ട് ഇരിക്കുകയാണ്. ഗോവിന്ദ് പറഞ്ഞു, എനിക്ക് തുറന്നു പറയാനെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇത് കേട്ടപ്പോൾ ഗീതു പറഞ്ഞല്ല, എന്തോ ഒരു കാര്യം ഗോവിന്ദൻ എന്നോട് പറയാനുണ്ട്, എന്താണെങ്കിലും പറ. മുമ്പേ അത് പറയാൻ വന്നതല്ലേ, അതേ പറയാൻ വന്നപ്പോ അല്ലേ രാധികാമ്മയുടെ കോള് വന്നേ. അപ്പൊ അതങ്ങോട്ട് നശിപ്പിച്ചു, അതുകൊണ്ട് ഇപ്പൊ തുറന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം പറയാം, ഇനി ഇപ്പം ഗീതു തീരുമാനിക്കണം നമ്മൾ തമ്മിൽ എപ്പോൾ പിരിയണം എന്നുള്ളത്. നമ്മൾ തമ്മിലൊരു കോൺട്രാക്ട് മാരേജ് ആണല്ലോ, അപ്പൊ അതിന്റെ കാലാവധി എപ്പോഴാന്ന് ഗീതു തീരുമാനിക്കണം എന്ന് പറയാം. ഇത് കേട്ടാൽ ഗീതുവിന്റെ മുഖം അങ്ങോട്ട് മാറി. ഗീതു പ്രതീക്ഷിച്ചതിന്റെ കാര്യം തന്നെ ഇഷ്ടമാ, തന്നോട് പ്രണയം വന്ന് തുറന്നു പറയുന്നായിരുന്നു. പെട്ടെന്ന് ഗീതുവിന്റെ മുഖം മാറുന്ന കണ്ടപ്പോ ഗോവിന്ദിച്ചു, എന്ത് പറ്റി നീക്കി? ഒന്നുമില്ല, എന്തോ കാര്യമുണ്ട്, എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഗീതുവിന് ദേഷ്യമോ, ഈ കാര്യമാണോ പറയാമെന്നേ? ഞാൻ വേറൊരു കാര്യം ഉദ്ദേശിച്ചത്. വേറെന്ത് കാര്യം നീ ഉദ്ദേശിച്ചേ? ഒന്നുമില്ലാന്ന് പറയാണേ. അതെ, ഇനിയാണോ നമ്മൾ ശരിക്കും കളിക്കാൻ പോകുന്നത്? രാധികാമ്മയുടെയും വരന്റെ കള്ളത്തരങ്ങളെല്ലാം നമുക്ക് പൊളിച്ചെടുക്കേണ്ടത് ചോദിക്കുകയാണ്. ഇനി നമ്മൾ രണ്ടുപേരും ഒത്തുചേർന്ന് ഒരു പുതിയ ജീവിതം തന്നെ അങ്ങോട്ട് തുടങ്ങുവാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന്റെ ഉള്ളിൽ ഒരു ലഡു പൊട്ടി. ഗീതു വെച്ച് പുതിയ ജീവിതം അല്ല, അവരുടെ രണ്ടുപേരുടെയും കള്ളത്തരങ്ങളെ കണ്ടുപിടിച്ച് കഴിയുമ്പോഴേ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയാണ്. പിന്നീട് ഗോവിന്ദ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഗീതുവിന് ഒരു കാര്യം ഉറപ്പായി, ഗോവിന്ദനോട് തന്നോട് സ്നേഹമുണ്ട്, പക്ഷെ അത് തുറന്ന് പറയാനായിട്ട് ഭയങ്കര മടിയാ. ആളുടെ ഉള്ളിൽ തന്നോടുള്ള പ്രണയം ഇങ്ങനെ കൂടിയിരിക്കുന്നത്. അതാണ് ഈ രാത്രി ഇങ്ങോട്ട് വന്നത്. പക്ഷെ അത് തുറന്നു പറഞ്ഞ് താൻ എന്ത് വിചാരിക്കും എന്നൊരു ചിന്ത ആ ഉള്ളിലുണ്ടാകുന്നേ. പിന്നീട് ശരി വാ, ഇനി ഇവിടെ ഇരിക്കണ്ട, പവരഞ്ചു കുറെ സമയമല്ലേ തന്നെ ഇരിക്കാന്നുണ്ട്, പോകാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എഴുന്നേക്കുവാണ്. ഗീതു അങ്ങോട്ട് എഴുന്നേക്കുവാണ്. ഗീതു എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും ഗോവിന്ദ് എന്നാ ശരി പോയേക്കാന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങ് നടക്കുവാണ്. നടന്നു കഴിയുമ്പോഴത്തേനും ഗീതു പതുക്കെ ഗോവിന്ദന്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ്. ഗോവിന്ദും പെട്ടെന്ന് ഗീതുവിന്റെ കയ്യിലേക്ക് പിടിച്ചു. രണ്ടുപേരും കയ്യിലൊക്കെ പിടിച്ചുകൊണ്ടാണ് അങ്ങോട്ട് റൂമിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നത്. ഗോവിന്ദന് ഈ യാത്ര അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. കാരണം ഗീതുവിനോടൊപ്പം ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് നടക്കാനായിട്ട് ഗോവിന്ദന് ഇഷ്ടം. അതേപോലെ തന്നെ ഗീതു ഇപ്പം ഗോവിന്ദനോടൊപ്പമുള്ള നല്ല നല്ല നിമിഷങ്ങൾ അതൊക്കെ ആഗ്രഹിച്ചു പോകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ്. പിന്നീട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ രഞ്ജു ചോദിച്ചു, എന്താ ഫുഡ് കഴിച്ചോ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ, എന്തിനാ എത്ര പെട്ടെന്ന് വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, അതേ ഇത് ഹോസ്പിറ്റലാണ്, നീ തന്നെയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നേന്നൊക്കെ പറയണം. ശരി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഗോവിന്ദ് അവിടെ നിൽക്കുക, രാത്രി പോയില്ല. ഈ സമയത്താണെങ്കിൽ രാധികാമ്മ ഗോവിന്ദനെ വിളിക്കുന്നുണ്ടായിരുന്നു. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഈ കണ്ണൻ ഇത് എവിടെ പോയി കിടക്കുക? ഇനി എങ്ങാനും മദ്യപിച്ച് വാഹനം ഓടിച്ച് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ? പറയാൻ പറ്റില്ല. ഇനിയിപ്പം മഹേഷിനെ ഒന്ന് വിളിച്ചു നോക്കിയാലെന്ന് ഓർക്കുന്നുണ്ട്. ഈ സമയത്ത് വരും പറഞ്ഞേ, വേണ്ട, ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഗോവിന്ദൻ ഇങ്ങോട്ട് വന്നോളൂ, അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കണം. അതല്ല വരണേ, എനിക്ക് അവന് നന്നായിട്ട് അറിയാവുന്ന കാര്യം, മദ്യപിച്ച് ലക്ക് കിട്ടാണെങ്കിലും ചിലപ്പോൾ അവൻ വണ്ടി എടുക്കും, അതേക്കുറിച്ച് ഓർത്ത് എനിക്ക് നല്ല ടെൻഷനാന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യാം, അജാസിനെ അങ്ങോട്ടും പറഞ്ഞു വിട്ടാലോ അങ്ങോട്ട് എന്ന് പറയാണ്. ശരി, അജാസിനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞുകൊണ്ട് രാധികാമ്മ അജാസിനെ വിളിക്കുന്നുണ്ട്. അജാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതേ കണ്ണൻ അങ്ങോട്ട് ബാറിലേക്ക് പോയിട്ടുണ്ട്, നീ അങ്ങോട്ട് ചെല്ലു, കൂടെ മഹേഷും ഉണ്ടെന്നാ പറഞ്ഞേ, അവൻ ഇവിടെ എത്തിക്കണമെന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞ് അജാസ് കോള് വെക്കുവാണ്. പിന്നീട് അജാസ് നേരെ ഗോവിന്ദനെ വിളിക്കുന്നുണ്ട്. ഗോവിന്ദനെ വിളിച്ചു കഴിയുമ്പോഴത്തേന് ഗോവിന്ദ് അവിടെ ഇല്ലെന്നുള്ള കാര്യം അജാസ് മനസ്സിലാക്കുന്നേ. പിന്നീട് അജാസ് അതിനെക്കുറിച്ചൊന്നും രാധികാമ്മയോട് വിളിച്ച് പറയാൻ പോയില്ല, ഗോവിന്ദ് ബാറിലേക്കല്ല പോയെന്നുള്ള സത്യം. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിയുമ്പോഴാണ് ഗോവിന്ദ് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ ഗോവിന്ദ് വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്, ഗീതുവിനെ കൂടെ കൊണ്ടുപോകുന്നില്ല. കാരണം ഗോവിന്ദൻ അറിയാം രണ്ടുപേരും കൂടെ ഒരുമിച്ച് കയറി ചെല്ലുന്നുണ്ട് രാധികാമ്മയ്ക്ക് സംശയം, അതുകൊണ്ട് അത് വേണ്ട. അപ്പം നേരം വെളുക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഗോവിന്ദ് പോവാണ്. ഗോവിന്ദ് ചെന്ന കാര്യം രാധികാമ്മയെ വരണോ ആരും അറിഞ്ഞില്ല. അങ്ങനെ ഗോവിന്ദ് പോയി കിടന്നുറങ്ങുവാണ്. പിന്നീട് നേരം വെളുത്തതിന് ശേഷം കുറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഗീതു വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ അജാസിന്റെ ഒപ്പമാണ് ഗീതു പോകുന്നതിന്. ഈ സമയം അജാസ് പറഞ്ഞു, അല്ല ഇന്നലെ രാത്രി എന്നെ രാധികാമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണം.
ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഗീത ചോദിച്ചു, അല്ല അതെന്തിനാ വിളിച്ചേ? അതോ ഗോവൻ സാറ് മദ്യപിച്ച് വണ്ടി ഓടിച്ചാലോ എന്നുള്ള ഭയന്നോട്ടാ വിളിച്ചെന്ന് പറയണത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, അത് കൊള്ളാലോ, അത് നല്ല കാര്യമുള്ളൂ, ഭയങ്കര സ്നേഹം കൂടുതലാണ് താനും, എന്നിട്ടോ കൊല്ലാൻ നടക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അജാസ് ചോദിച്ചു, അതെന്താ ഗീതോ അങ്ങനെ പറഞ്ഞേ? രാധികാമ്മയുടെ സ്വഭാവം അറിയാലോ, രാധികാമ്മ സ്നേഹിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാലേ ഇപ്പം ഗോവിന്ദനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ട് അങ്ങനെ തന്നെയല്ലേ? എത്ര വട്ടം കൊല്ലാൻ ശ്രമിച്ചു, ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഗോവിന്ദനെ, രാധികാമ്മ അങ്ങനെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. ഗീത ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞു? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, കാരണം ഗോവിന്ദ് സാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികാമ്മടത്തിന് അത്രയ്ക്ക് ഭയങ്കര കാര്യമാണ്. കാരണം മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ട് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നു ഭയന്നിട്ടാണ് ഇന്നലെ രാത്രി തന്നെ വിളിച്ചത്. അങ്ങനെ ഒരു കാരണവശാലും മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആള് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രാധികാമ്മ അങ്ങനെ വിളിച്ചു പറയേണ്ട ആവശ്യമില്ലോ എന്ന് പറയണം. ഗീത പറഞ്ഞു, അതൊക്കെ അവരുടെ വെറും നമ്പർ മാത്രമല്ലേ, അവരിതല്ല ഇതിലപ്പുറം അടവെടുക്കുമെന്ന് പറയാണ്. പക്ഷെ ഒരു കാര്യം അജാസ് പറഞ്ഞു, എനിക്ക് വരുന്ന നല്ല സംശയമുണ്ട്, അവനാണോ ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീത പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നമുക്ക് അവരുടെ കള്ളത്തരങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റും. രാധികാമ്മയ്ക്ക് ഇതിനകത്ത് നല്ല പങ്കുണ്ട്. അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് അജാസുക ഈ പ്ലാനുകളൊക്കെ നടത്തുന്നതെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന വീട്ടിലേക്ക് വന്നതിന് ശേഷം ഗീത ഗോവിന്ദനോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, എത്ര കാലം വെച്ചാൽ മുന്നോട്ട് പോകുന്നത്, എത്രയും പെട്ടെന്ന് കിഷോറിന്റെ ചതിയെക്കുറിച്ച് എല്ലാവരെയും അറിയിക്കണം. അത് മാത്രമല്ല കിഷോറിന്റെ പിന്നിൽ ആരൊക്കെയാണ് ഉള്ളതെന്നുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിയണമെന്ന് പറയണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഗീത തീരുമാനിച്ചിരുന്നു, ആദ്യം അച്ഛനെ പോയി കാണാം. അച്ഛൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരിക്കും. അപ്പം ഭദ്രനെ കാണാൻ തന്നെ ഗീത തീരുമാനിച്ചു. അങ്ങനെ ഗോവിന്ദനോട് പറഞ്ഞിട്ട് ഗീത അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകണം, വീട്ടിലേക്ക് പോകണം. അവിടെ ചെന്നപ്പോൾ ഭദ്രനുണ്ടായിരുന്നു. ഭദ്രൻ ഒരു ബരുവായിട്ടായിരിക്കുന്നത്, പ്രിയ കൊടുത്ത പണിയിൽ നിന്ന് മുക്തി നേടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ അച്ഛൻ്റെ ഇരിപ്പ് കണ്ടു കഴിയുമ്പോഴത്തേനും പ്രിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, മാറ്റി വിളിച്ചോണ്ട് പോയിട്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, അത് കൊള്ളാം, അത് നല്ലതായിപ്പോയി, ഇത് നേരത്തെ അച്ഛന് കൊടുക്കേണ്ടായിരുന്നു പറയാണ്. പിന്നീട് എന്തിനാ ഗീത ചേച്ചി ഇങ്ങോട്ട് വന്നേ, എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ പ്രിയ ചോദിക്കുന്നുണ്ട്. പക്ഷെ കാര്യമായിട്ടൊന്നും ഗീതു പറഞ്ഞില്ല. കാരണം ഗീതുവിനറിയാം പ്രിയ ഈ സമയത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സ് വേദനിച്ചാലോ. പിന്നീട് ഭദ്രൻ്റെ അടുത്തേക്ക് ഗീതു എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ ഇതിനുമാത്രം പൈസ എവിടുന്നാണ് കിട്ടിയത്, എല്ലാ കാര്യങ്ങളും ചോദിച്ചു കഴിയുമ്പോൾ ഭദ്രൻ ആദ്യം കിടന്ന് ഉരുണ്ട് കളിച്ചു. പിന്നീട് സമ്മതിക്കുകയാണ്, കിഷോർ തന്ന പണമാണെന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗീതു ഒരു കാര്യം പറഞ്ഞു, സ്വന്തം മകളുടെ ജീവന് അതിനുള്ള വിലയാണോ അച്ഛനീ വാങ്ങിക്കൊണ്ടിരിക്കുന്നതൊക്കെ ചോദിക്കുകയാണ്. ഭദ്രൻ പറഞ്ഞു, അതല്ല മോളെ, നിന്റെ ജീവിതം, നിനക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയാ അച്ഛൻ ഈ നാടകങ്ങളൊക്കെ കളിക്കുന്നത്. അതിപ്പം മോൾക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് മനസ്സിലാവുമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീത ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുകയാണ് ഭദ്രനോട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എല്ലാ കള്ളക്കളികളും വെളിച്ചത്ത് വന്നു കഴിയുമ്പോൾ അച്ഛൻ ഈ കൂട്ടത്തിലുണ്ടെന്ന് ഗോവിന്ദൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരിക്കലും സഹിക്കുക വരാം. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ, അതുകൊണ്ട് എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത്. കിഷോറുമായിട്ടുള്ള ഈ ചതി അതിപ്പോൾ തന്നെ നിർത്തുന്ന അച്ഛനും നല്ലത്. എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ സഹിക്കും, പക്ഷേ എൻ്റെ ഗോവിന്ദന് ഒരു പോറൽ പോലും പറ്റിയിട്ട് ഞാൻ സഹിക്കില്ല എന്ന് ഗീതു വെല്ലുവിളിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭദ്രന് ആ പഴയ ടെൻഷനായി, ഇനി ഇവള് വല്ല പണി ഒപ്പിക്കുവോ, ആ ഒരു ടെൻഷനും ഭദ്രൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്കാണ് ഗീത ചെല്ലുന്നത്. വിജയലക്ഷ്മിയുടെ അടുത്ത് കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മി ഗീതനോട് ഇരിക്കുന്നത്, എങ്ങനെയുണ്ട് രഞ്ജുവിൻ്റെ അസുഖത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ആള് നല്ല ഊർജ്ജസ്വലരായെന്ന് പറയാണ്. പിന്നീട് അല്ല, നീ വരവിൻ്റെ ഉദ്ദേശം എന്താ, നിസ്സാര കാര്യത്തിന് നീ വരുമല്ലോ, എന്തോ കാര്യമായിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, അതെ ഞാൻ അനുഗ്രഹം മേടിക്കാൻ വന്നതെന്ന് പറയണം. അനുഗ്രഹം മേടിക്കണം, അതെന്തിനാ? അമ്മയുടെ അനുഗ്രഹം വേണമെന്ന് പറയാം, എന്തോ ഒരു കാര്യമുണ്ടല്ലോ. അതെ അതെ, ചെറിയ കാര്യമൊന്നുമല്ല, രാധികാമ്മേനെയും വരുണിനെയും പൊളിച്ചെടുക്കാനുള്ള ചില പ്ലാനുകളൊക്കെ ഞാനും ഗോവിന്ദേട്ടൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് അമ്മയുടെ അനുഗ്രഹം കൂടെ വേണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി, അതാണ് കാര്യം, ഇങ്ങോട്ട് വാ, ഒരനുഗ്രഹമല്ല 9 അനുഗ്രഹം ഞാൻ തരാമെന്ന് പറയണം. അങ്ങനെ ഗീതുവിനെ അടുത്ത് ചേർത്ത് നിർത്തി അനുഗ്രഹിക്കുകയാണ് തലയെ കൈവച്ച്. അതെ, അത് മാത്രമല്ല, നിങ്ങൾ തമ്മി ഇനിയുള്ള കാലം നല്ല സുഖമായിട്ട് ജീവിക്കട്ടെ, അതിനും കൂടെയുള്ള അനുഗ്രഹം അമ്മ തരുന്നതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതുവിൻ്റെ മുഖം ഒന്ന് വാടി. എന്താ ഗീതു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കി. ഒന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ വിജയലക്ഷ്മിയോട് കുറേ സമയം സംസാരിച്ചിട്ട് ഗീതു അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് ഗീതു തിരിഞ്ഞു നിന്നിട്ട് ഒരു കാര്യം കൂടെ വിജയലക്ഷ്മിയോട് പറഞ്ഞു. അതെ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. എന്താ പറയാനുള്ളത്? അന്നെങ്കിലേ അത് നമ്മൾ തമ്മിലൊരു പന്തയമുണ്ട്. അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. രഞ്ജു ഈ വീട്ടിലേക്ക് വരുവാണെങ്കിൽ, അമ്മയുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ അമ്മയുടെ ഉള്ളിലെ രഹസ്യങ്ങളെല്ലാം അമ്മ എന്നോട് തുറന്നു പറയുമെന്ന്. ഗോവിന്ദനെ കുറിച്ചും രഞ്ജുവിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളെല്ലാം. അപ്പം അതിന് തയ്യാറായിട്ടിരുന്നു. ഇനിയിപ്പം രഞ്ജു അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്ന അറക്കൽ വീട്ടിലേക്കല്ല, ഈ ചെമ്പകശ്ശേരിയിലേക്കായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും വിജയലക്ഷ്മി ഒന്ന് ഞെട്ടുവാണ്. വിജയലക്ഷ്മി അത്രയ്ക്കും പ്രതീക്ഷയില്ല. അതെ,
അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഈ പോണേന്നും കൂടെ അങ്ങോട്ട് പറയുവാണ്. ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് വിജയലക്ഷ്മിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഗീതവും ഗോവിന്ദും എല്ലാവരും ചേർന്നിട്ട് അപർണയും കൂടെ ചേർന്നിട്ട് കിഷോറിന്റെ ബദിന്റെ എല്ലാവരുടെയും കള്ളക്കളി അങ്ങനെ വെളിച്ചത്താവുകയാണ്. ഇനിയിപ്പം രാധികാമ്മയ്ക്ക് ഒരു രക്ഷപ്പെടലില്ല. കാരണം സത്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു ഗോവിന്ദ്. ഇപ്പൊ അതിനി പൊളിച്ചടിക്കേ വേണ്ടുള്ളൂ. ഇത്രയും കാലം വരുൺ കാണിച്ച കള്ളത്തരങ്ങളും കമ്പനിയിൽ എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചോ അതെല്ലാം ഇനി പുറത്തു കൊണ്ടുവരും. ഗീതു വെറുതെ ഇരിക്കില്ല. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.